കുറുവാ സംഘമാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ആലപ്പുഴയിലും അതുപോലെ എറണാകുളം ജില്ലയിലെ പറവൂരിലും മോഷണം നടത്തിയ കുറുവാ സംഘം യഥാർത്ഥത്തിൽ ഈ തിരുട്ടു ഗ്രാമത്തിൽ നിന്ന് വേർപെട്ടു പോയ ചിലരാണോ അതോ വ്യത്യസ്തമായ സ്ഥലങ്ങളിലുള്ള തമിഴ്നാട്ടിലെ മോഷണ സംഘമാണോ എന്ന് സംശയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസും ജനങ്ങളും ഈ കുറുവാ സംഘത്തിൻ്റെ പിന്നാലെയാണ്. ഒരു കുറുവടിപ്പടയാണത്. അത്യാവശ്യം ആയുധങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രെയിൻഡാണ്. ശരീരമാസകല എണ്ണ പുരട്ടി മോഷണത്തിനിറങ്ങുന്ന ഈ സംഘത്തിന് എണ്ണ തേപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ പോലീസിൻ്റെ തീരുമാനം. കുണ്ടന്നൂരിൽ നിന്ന് ഇന്നലെ രാത്രി പോലീസ് കസ്റ്റഡിയിൽ എടുത്ത വിലങ്ങ് വെച്ച ഒരു കുറുവ പ്രവർത്തകനെന്ന് സംശയിക്കുന്ന ഒരു തമിഴ്നാട് സ്വദേശി സന്തോഷ് സെൽവൻ ചാടിപ്പോയി. സന്തോഷ് സെൽവനെയും മണികണ്ഠനെയുമാണ് ഈ ആലപ്പുഴയിലെ മണ്ണഞ്ചേരി പോലീസ് പൊക്കിയത്. കസ്റ്റഡിയിലിരിക്കെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി അയാൾക്കായിട്ട് 4.5 മണിക്കൂറാണ് നമ്മുടെ പോലീസ് കാടിളക്കി പരിശോധിച്ചത്. ഇന്ന് മാത്രവുമല്ല, ഈ പോലീസ് തങ്ങളെ വെട്ടിച്ച് ഇയാൾ കടന്നു കളഞ്ഞു എന്ന വിവരം കിട്ടിയതോടെ നമ്മുടെ കൊച്ചി പോലീസ് അരിച്ചു പറക്കാൻ തയ്യാറായി രംഗത്തിറങ്ങി. അതുപോലെ ഫയർഫോഴ്സും RPF ഒക്കെ തന്നെ ഒന്നിച്ച് 4.5 മണിക്കൂർ ശ്രമിച്ച് ഈ വളരെ പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള പരിചയസമ്പന്നരായ ഈ കുറുവാക്കാരനെ പിടിച്ചവരകത്തിട്ടു. താങ്ക്സ് ടു ദ പോലീസ് ആൻഡ് താങ്ക്സ് ടു അവർ സെക്യൂരിറ്റി ഫോഴ്സ്. കുണ്ടന്നൂരിലെ കായൽ തീരം അവർ അരച്ചുപെരുക്കി ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാം. നമ്മുടെ പോലീസിനെ അഭിമാനിക്കാൻ വകയുണ്ട്. മാത്രമല്ല, ആളുകളുടെ ഉറക്കം കെടുത്തുന്ന ഈ കുറുവാ സംഘത്തിലെ എല്ലാ ആളുകളെയും നമ്മൾ തുറുങ്കിലടക്കേണ്ട സമയം കഴിഞ്ഞു. കാര്യം, ആളുകൾക്ക് കിടന്നുറങ്ങാനും സുരക്ഷിതമായി ജീവിക്കുവാനുള്ള നമ്മുടെ അവകാശം നമ്മൾ സംരക്ഷിച്ചു കൊടുക്കേണ്ടത് ഏതൊരു സംവിധാനത്തിൻ്റെയും ആത്യന്തികമായ ചുമതലയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിലേക്ക് വരാം. ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവം കൊച്ചിയിലെ കുണ്ടന്നൂരിൽ വെച്ചാണ് ഇയാൾ ചാടിപ്പോയതും. എന്നാൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഒരിക്കൽ കൂടി അതിലേക്ക്. പ്രതിയെ ധൈര്യത്തിൽ വന്ന് ചില ആളുകൾ രക്ഷിച്ചുകൊണ്ട് പോയതാണ്, രക്ഷപ്പെടുത്തിയതാണ്. നമ്മുടെ പോലീസിൻ്റെ അനാസ്ഥ ഉദാസീനത ഇതിൽ ഉണ്ടായിട്ടില്ല.